So we are the 12th, I think 12th section of our communicative English session. So today we are going to start where we stopped last class, and we have to take a glance of what we studied up so far. ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ചുരുക്കം, ഒരു അവലോകനം എന്നും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ എക്സ്പ്രസ് മൈ സിൻസിയർ വിഷിംഗ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് നേരെയാണ്. മാത്രമല്ല സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടിട്ട് മോർ ദൻ 1 വീക്കായി. കഴിഞ്ഞ വീക്കിൽ അൺഫോർച്ചുനേറ്റ്ലി I couldn't take our textual classes because I had so many problems and diseases. So that's why I couldn't take classes. So tomorrow or day after tomorrow you can expect my textual lesson. Okay. Saturday or Sunday you can expect our communicative English lesson. Okay, so we discuss how to express our self-introduction. നമ്മൾ ഒരു ടീച്ചറായിട്ട് എൻറോൾ ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റൈല് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് വേണ്ട ചില ചെറിയ മാർഗനിർദ്ദേശങ്ങൾ തന്നിരുന്നു. ഓക്കെ, ഈ വരുന്ന സോറി, പിന്നെ എന്തേ പറഞ്ഞോ? Okay, once again, let me remind you that you don't open your mic and say something very leisurely about your home matters or about your what you call family matters. If you tell something opening or just opening your mic, then all of the students might know about what you convey with your family members there. So I think it's highly recommended. You have to stop your mic. All of you have to stop your mic. കാരണം നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയുന്നതോ മറ്റുമൊക്കെ നിങ്ങളുടെ മൈക്ക് പിടിച്ചെടുക്കും. അത് ഈ ക്ലാസ്സിൽ ഓപ്പണായിട്ട് വരും. ഓക്കെ, സോ എല്ലാവരും നമ്മുടെ പ്രൈവസി ഒന്ന് കീപ്പ് ചെയ്യുക. പ്രൈവസി എന്ന് പറയുമ്പോൾ വിഷ്വൽ മാത്രമല്ല, നമ്മുടെ ഓഡിയോ പോലും നമ്മുടെ പ്രൈവസികളാണ്. അതുകൊണ്ട് ആ ഒരു വിവേചന ബോധം, ഒരു ടീച്ചറായിരിക്കുമ്പോൾ നമുക്ക് എന്ത് എപ്പോൾ പറയണം എന്ന ഒരു ബോധം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ. ഓക്കെ, അതെല്ലാവരും ഒന്ന് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. ഇനി നിങ്ങൾ അറിയാതെയാണ് ഇങ്ങനെ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം, അറിയാലോ കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറയേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. കാരണം എനിക്കൊരു ചിരി വരുന്നുണ്ട് അവിടുത്തെ ഡയലോഗ് കേൾക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രൈവസി എല്ലാവരും ഒന്ന് കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസികളുണ്ട്. ഓക്കെ, നമ്മൾ വീട്ടിൽ പറയുന്ന ഭാഷ പലപ്പോഴും ക്ലാസ്സിലോ മറ്റൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ആക്ച്വലി ഞാൻ ഒരു സംഭവം പറഞ്ഞത് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ മെമ്പേഴ്സ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പിന്നെ അനിയത്തിയോടൊക്കെ പറഞ്ഞ് ശട്ടം കെട്ടാറുണ്ട്. നീ എന്നെ ഇവിടുന്ന് വിളിക്കുന്ന ഓമനപ്പേര് ഉമ്മാനോടും പറയും, നിങ്ങൾ ഇവിടുന്ന് വിളിക്കുന്ന പെറ്റ് നെയിം എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് വിളിക്കരുത് എന്ന്. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രൈവസി മൈറ്റ് ഹാവ് ബീൻ നോൺ ടു അതേഴ്സ്, അല്ലേ? മറ്റുള്ളവർക്ക് അറിയാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. സോ എല്ലാവരും അവരുടെ പ്രൈവസികളെ ഒന്ന് സീരിയസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ടീച്ചേഴ്സിനാണെങ്കിൽ പ്രത്യേകിച്ച്
കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എന്ത് എപ്പോൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറാക്കി മാറ്റുന്നത്. അപ്പോൾ ടീച്ചറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. എന്താണ് എപ്പോഴാണ് പറയേണ്ടത് എന്നുള്ളത്. അവിടെയാണ് നമുക്ക് ക്ഷമ ഉണ്ടാവേണ്ടത്, അവിടെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ആവേണ്ടത്, അവിടെയാണ് നമ്മൾ കുട്ടികളെ മനസ്സറിയേണ്ടത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒന്ന് കെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ കെയർ ചെയ്യണം നമ്മളെ നമ്മുടെ പ്രൈവസിയെക്കുറിച്ച് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഫൺ. ചിലപ്പോൾ ഞാൻ മൈക്ക് ഓഫ് ചെയ്യൂല, നിങ്ങളെ മൈക്ക് ഞാൻ ഓഫ് ചെയ്യൂല. ബിക്കോസ് ദാറ്റ് മൈറ്റ് ബി സംതിങ് കോസിങ് ഫോർ ലോഫിങ്, അല്ലേ? എന്തെങ്കിലും ചിരിക്കാനുള്ള കാരണം ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കാരണം. ഓക്കെ, പൊതുവെ ചിരിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം ക്ലാസ്സിൽ അല്പം ചിരിയും തമാശയൊക്കെ ആവാം എന്ന് ഉറച്ച വിശ്വാസമുള്ള വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നമ്മൾക്ക് ഇംഗ്ലീഷ് നോളേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഹൗ ടു കൺവേ യുവർ ഐഡിയാസ് യൂസിങ് ബേസിക് സെൻറ്റൻസസ്. In the last classes, we study about what are basic sentences. They include positive statement and negative statement, then positive yes or no question, then negative yes or no question, and positive WH question, and finally negative WH question. If you know all of these, you can express whatever idea you have in Malayalam. So, if I just tell you that the proper way to speak English, first of all, you think in English and say something, what you have in your mind in English. That's the proper way of communicating in English language. But at that time, sometimes you speak. How do you speak? First of all, you think about something in Malayalam, because that language is your mother tongue, and then you convey the idea into English and say it will take time. Okay, you can use that method also. There is not incorrect, or there is no problem you adopting that method. Okay, but knowing basic sentences is very, very important when you start speaking in English. Let me tell you everything. First of all, if you say something to your friend, എൻ്റെ ക്ലാസ്സിൽ ന്യൂ ആയിട്ട് ജോയിൻ ചെയ്ത് വരുന്ന കുട്ടികൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനപ്രയാസമോ വരുന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കത്. മാത്രമല്ല, ഞാൻ ആ സമയത്ത് നമ്മുടെ ഇതുവരെ ഉണ്ടായ മുഴുവൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെയും ലിങ്ക് ഒരു ചെയിനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ 1 by 1 ആയിട്ട് കാണുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിച്ചിട്ട് 1.5 month ആയി. അതിന് മുമ്പ് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടാനും കേട്ടിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ പുറത്തേക്ക് സംസാരിക്കാനുള്ള ഇത് വരുള്ളൂ. ഇഫ് ദർ ഈസ് അൻ ഇൻപുട്ട് ദർ മസ്റ്റ് ബി ഔട്ട്പുട്ട്. ഇൻപുട്ട് ഉണ്ടെങ്കിലേ പിന്നെ ഔട്ട്പുട്ട് വരുള്ളൂ. നമ്മളത് വിചാരിക്കണം കേട്ടോ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇത് അത്ര ഒരു മഹാസംഭവമൊന്നുമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ്. മഹാസംഭവം എന്ന് കരുതുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുന്നത്. ഇറ്റ്സ് വെരി ഈസി if you take into consideration. നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ അത് വളരെ ഈസിയാണ്. ഡെയിലി നമ്മൾ ക്ലാസ്സുമായിട്ട് റെക്കോർഡിംഗ് മറ്റും കാണണം, നോട്ട്സ് കയറി കിടന്നേ ഉള്ളൂ. സോ in English language, you can express your ideas using these 6 sentences. I told you that there are 6 sentences. First one, positive statement. Second one, negative statement. And third one, positive yes or no question. And fourth one is negative yes or no question. And fifth one, positive WH question. And last one or sixth and final one, negative WH question.
So it's very important. It's a must that all of you study these statements. Okay. And in the first class, we studied about tenses. Tenses. So tenses are in English language. There are 3 tenses, but all of these 3 tenses have 4 divisions. Like when you suppose you remember, suppose you study in the 10th standard years back, 10 or 5 or 8 years back, all of you just remember that all of you were studying 10th standard. So the 10th standard is not was not one class at that time. It may be so many classes in accordance with the number of students. Okay, always a class include only 40 students. Okay, so like that wise, we sometimes we say 10th A, 10th B, 10th C, 10th D, etc., etc. So through that way, or similarly, in English language, all of these 3 tenses, which are the 3 tenses? Present, past, and future. These three tenses have 4 divisions. Every of these 3 tenses have 4 divisions. First one, simple, and continuous, then perfect, and perfect continuous. These are the names of divisions. First of all, you can say tense name and then you can add its division's name. If you say that likewise, then a tense name is complete. Okay, I'll tell you everything. First one, present. The present has 4 divisions. Present simple, present continuous, and present perfect, and present perfect continuous. These are all of the present tense. Okay, but it's very important the structure of every tense and the usage of tenses. നമ്മൾ ഈ ടെൻസുകളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടെൻസും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്ന് വ്യക്തമായ ധാരണ വേണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആ ടെൻസ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് കൂടി അറിയണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു തവി, നമ്മൾ മലബാർ ഭാഷയിൽ പറഞ്ഞ കയ്യിൽ, ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞ തവി കിട്ടിയെന്ന് കരുതുക. അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്താ പ്രയോജനം? തവി കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലേറ്റ് കിട്ടിയെന്ന് സങ്കല്പിച്ചോളൂ. ഇഫ് യു ഡോണ്ട് നോ ദ യൂസേജ് ഓഫ് ദാറ്റ് വെസൽ ഓർ ദാറ്റ് പ്ലേറ്റ്, then it can be of no use. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. Likewise, in English language, there are 12 tenses altogether. Altogether, there are 12 tenses. So knowing these 12 tenses are very, very important. So first of all, you have to know, present simple tense. It's the first tense. നമ്മൾ ആദ്യം പഠിച്ചത് present simple tense ആണ്. ഓക്കെ, ഇത് നോർമലി നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യു സ്റ്റഡീഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്പ്രസിങ് യുവർ ഹാബിറ്റുവൽ ആക്ഷൻ. വാട്ട് യു മീൻ ബൈ ഹാബിറ്റ്? വാട്ട് യു മീൻ ബൈ ഹാബിറ്റ്? ഇറ്റ്സ് ഹാബിറ്റ് ഈസ് ഇൻ മലയാളം വി ക്യാൻ സേ ശീലം അല്ലേ? ഒരു പതിവാണത്. ആ പതിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേമിലേക്ക് കൊണ്ടുവരികയാണ്. സോ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കുറേ കാലം മുമ്പ് നിങ്ങളെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്നതുമായ പതിവുകളെ യു ക്യാൻ എക്സ്പ്രസ് യൂസിങ് ദീസ് പ്രസന്റ് സിമ്പിൾ ടെൻസ്. ലൈക്ക് ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. മീനിങ് പറയുമ്പോൾ ഈ പതിവൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. എവറി ഡേ ഐ ഗോ ടു സ്കൂൾ. യു ക്യാൻ സേ ലൈക്ക് ആൻഡ് സിമിലർലി യു ക്യാൻ സേ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്.
ഓക്കെ, ഈ ഒരു വാക്യത്തെ നമുക്ക് ജസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ദർ കംസ് ദ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ്ലി, ദർ കംസ് ദ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ്സ് ഐ ഡു നോട്ട് ഗോ ടു ഓർ ഐ ഡോൺ. ഈ ഡു നോട്ട് എന്നുള്ളത് പലപ്പോഴും ഒന്ന് ചുരുങ്ങിയിട്ട് ഡോണ്ട് എന്നായി മാറും. ഐ ഡോൺ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഡോൺ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും പറയാം. ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. I read newspaper every day. English is a language of expressions. So, if you say something, the expression is very important. And, its pronunciation and accent. What is accent? If you say something positive. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഈ എവറി ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ശബ്ദം കൊണ്ട് താഴ്ത്തി. ഇതിന് നമ്മൾ ഫോളോയിങ് ഇൻറ്റോനേഷൻ ഒക്കെ പറയാറുണ്ട്. അത് നമുക്ക് ഇനി ഞാൻ ഫോണിറ്റിക്സിൻ്റെ ഭാഗം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രണ്ടും കൂടി നമുക്ക് കഴിയായി അല്ല കേട്ടോ, സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. കാരണം ടെക്സ്റ്റൽ പാർട്ട് എടുക്കണം, അതിൻ്റെ കൂടെ ഈ സ്പോക്കണിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. പ്ലസ് ഫോണിറ്റിക്സ് ഞാനത് കോളേജുകളിൽ BA ഇംഗ്ലീഷിന് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ അത് ഇവിടെ നിങ്ങൾക്ക് നമുക്കത്ര നിർബന്ധമാണെങ്കിൽ എടുക്കാം. സമയത്തിൻ്റെ ഒരു പരിമിതി വല്ലാതെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാലോ, നമ്മൾ പലപ്പോഴും പല ഇംഗ്ലീഷ് വാക്കുകളും നമ്മൾ ഉച്ചരിക്കുന്ന രീതിയല്ല കറക്റ്റായിട്ടുള്ള ഉച്ചാരണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു പദം SO, സോ എന്ന പദം ഉച്ചരിക്കേണ്ട ശരിയായ സ്റ്റൈല്, അതിൻ്റെ ബ്രിട്ടീഷ് ആക്സെൻറ്റ് അതല്ല. നമ്മൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷ എവിടുന്നാണോ ഉത്ഭവിച്ചത്, ആ ഉത്ഭവിച്ച രാജ്യത്തെ ആളുകൾ ആ ഭാഷ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ ഉച്ചരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറബി ഭാഷ എടുക്കുമ്പോൾ നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ കറക്റ്റ് അറബി ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണം പഠിക്കുമ്പോൾ അറബികൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു മഹ്റജ്, അങ്ങനെ പറയട്ടോ, അതിൻ്റെ ഒരു അതിൻ്റെ ഉച്ചാരണ ശാസ്ത്രം എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് നമ്മൾ അത് തന്നെ പഠിക്കാറുണ്ട് അല്ലേ. സംസ്കൃതം പലപ്പോഴും നമ്മൾ പഴയ കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ സംസ്കൃത ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ ഉച്ചാരണ ശുദ്ധിയിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഈ സപ്ത സ്വരങ്ങൾ വരെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇംഗ്ലീഷ് മാത്രം നമുക്ക് തോന്നിയ പോലെ ഉച്ചരിക്കാന്ന് പറഞ്ഞാൽ ഒരു ശരിയില്ലല്ലോ അല്ലേ. ഓക്കെ, ഇംഗ്ലീഷ് എവിടുന്നാണ് ഉണ്ടായത്? ഇംഗ്ലണ്ടിൽ നിന്ന്. BC 300-ലും BC 150-ലും BC കഴിഞ്ഞ് AD മറ്റുമൊക്കെ ഇംഗ്ലണ്ടിനെ പല സമയത്തായിട്ട് യൂറോപ്പിലെ പല വിഭാഗം ആളുകൾ ആക്രമിക്കുകയുണ്ടായി. ഈ ആക്രമിച്ച ആളുകൾ അവിടെ കൊണ്ടുപോയ 2 ഭാഷകളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാഷൻ്റെ പേരാണ് ആംഗ്ലോയിഡ്, രണ്ടാമത്തെ ഭാഷൻ്റെ പേരാണ് സാക്സൺ. രണ്ടും പാടെ ചേർന്നുകൊണ്ട് ആംഗ്ലോ സാക്സൺ എന്നാണ് ആദ്യകാലത്ത് ഈ ഭാഷ അറിയപ്പെട്ടത്. പിന്നീട് കാലം കുറെ കഴിഞ്ഞു, അതിന് ഇംഗ്ലീഷ് എന്ന പേര് വന്നു. അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. റിയലി സോ ഇതിൽ നമ്മളൊരു ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, അങ്ങനെ നമ്മൾ ഈ ബുക്ക് വായിക്കുന്ന പോലെ പറയല്ല, പകരം ഒരു സ്റ്റൈലിൽ പറയാം. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഐ ഡോൺ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല. ഇത് രണ്ടും നമുക്ക് അറിയാം, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദർ കംസ് ഇറ്റ്സ് തേർഡ് ഫോം ദാറ്റ് ഈസ് ആക്ച്വലി what you call positive yes or no type questions. What is yes or no question? This is a question. The answer of this question must either be yes or no. അതാണ് കാരണം ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എല്ലായ്പ്പോഴും ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. സോന്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞില്ല, സോ എന്ന ഉച്ചരിക്കേണ്ടത്.
സോ എന്നല്ല കേട്ടോ. സേവ് കണ്ട എൻ്റെ വായും ചുണ്ടൊക്കെ ആവും നോക്കിക്കോളൂ, എങ്ങനെ വരും നോക്കിക്കോളൂ. കാരണം ഉച്ചാരണശാസ്ത്രത്തിൽ നമ്മുടെ വായ, പിന്നെ മേലെ അണ്ണാക്ക്, താഴെ അണ്ണാക്ക്, പിന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സേവ് കണ്ടോ, സേവ്. ഈ കറക്റ്റ് ഫോമിനെ നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ സ്റ്റൈലിൽ ഓ എന്ന ഈ അക്ഷരത്തിന് പല സമയത്തും ഒരു ഉച്ചാരണം വരുന്നത് അങ്ങനെ തന്നെയാണ്. എവ് എവ് എന്നാ വരിക. നമ്മുടെ നാട്ടിൽ ഈ പട്ടിക്കുട്ടിക്ക് ഏറുണ്ടാലും ആ സൗണ്ട് തന്നെ വരാറുള്ളത് അല്ലേ? ഓക്കെ, ഞങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ്ട, എവ് 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 സൗണ്ട് ഉണ്ടാക്കണ്ട. ഇതാണ് വിരൽ എവ്. ഓക്കെ, സേവ്. അതുപോലെ തന്നെ നമ്മൾ നോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സായിപ്പ് പലപ്പോഴും വല്ല ഇൻ്റർവ്യൂവിലൊക്കെ നോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞ നോ മാറിക്കല്ല, മൂപ്പര് നാവ് നാവ് എന്നേ പറയുള്ളൂ. അപ്പോഴും പട്ടിക്കുട്ടിക്ക് ഏറുണ്ട ഒരു എഫക്റ്റ് നമുക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ, നാവ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് പലപ്പോഴും സായിപ്പ് പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സായിപ്പല്ല, മൂപ്പര് വല്യപ്പ പറയുന്ന നേരെ മനസ്സിലാവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാര്യത്തിൽ കേട്ടോ. ഇതൊക്കെ മനുഷ്യന് കഴിയുന്ന കാര്യം തന്നെയാണ്. ഇത് നമ്മളെ ഈ ആരെന്താ പറഞ്ഞോ? പറഞ്ഞോളൂ. എങ്ങനെ? ഓക്കെ, നമുക്ക് അത് നോക്കാം. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ സിലബസിന്റെ കാര്യങ്ങൾ നമുക്ക് തീർക്കാനുമുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം. കാരണം എന്താ വെച്ചാൽ ഫോണറ്റിക്സ് നമ്മളെ സിലബസിൽ വരുന്നില്ല. ഓൾറെഡി നമ്മൾ കൊടുത്ത സിലബസ് അവർ അംഗീകരിച്ചു. അത് 10 മന്ത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിസ് എക്സാം വരും എന്നുള്ളതൊക്കെ യൂണിവേഴ്സിറ്റി റൂളാണ്, അറിയാലോ. അപ്പോൾ ഞാനൊന്ന് ആ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. കാരണം ക്ലാസ്സുകളിൽ നമ്മൾ സൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ ആക്ച്വലി യു നോ the correct sound of English letters. ABCD, actually English alphabet, only when we count the English alphabet it's only 26. പക്ഷേ ഈ 26 ആൽഫബറ്റിനും 26 സൗണ്ട് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷിലല്ല. 44 ലെറ്റേഴ്സാണ്, 44 സൗണ്ട് വരുന്നുണ്ട്. ആ 44 സൗണ്ടിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ഇന്റർനാഷണൽ ഫോണറ്റിക്സ് ആൽഫബറ്റ്. ഒരു പക്ഷേ ഡിഗ്രി പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയിലുണ്ടാവും അവർക്ക്. IPA, ഇന്റർനാഷണൽ ഫോണറ്റിക്സ് ആൽഫബറ്റ്. ഇതാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് തുടങ്ങിയാൽ മതി നമുക്ക് കേട്ടോ. നോക്കാം, നമുക്ക് മാക്സിമം പോസിറ്റീവ് ആക്കാൻ കഴിയുമെന്നും കൂടി ഞാൻ നോക്കട്ടെ കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടോ, സേവ്. കാരണം നമ്മൾ അങ്ങനെ തന്നെ വായിച്ച് പഠിക്കുക. കാരണം നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നോക്കിയിട്ട് നമ്മുടെ നിലവാരം കണക്കാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നല്ല മലയാളം, നിങ്ങളെ പരിചയമില്ലാത്തൊരു സമൂഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ശുദ്ധമായ മലയാളമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾ വിദ്യാസമ്പന്നയാണ്, സംസ്കാര സമ്പന്നയാണ്, എല്ലാം കൊണ്ടും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അവർ പറയും. എവിടെ? നമുക്ക് 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഒറ്റയടിക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വരെ ഡബിൾ ട്രിപ്പിൾ ഉയരുകയാണ്. നേരെ നമ്മളെ പരിചയമുള്ള ആൾക്കാർ മുമ്പിൽ നമ്മളിങ്ങനെ മലയാളത്തിൽ നന്നാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8 പേര് വരെ വിടാൻ ചാൻസ് ഉണ്ട്. അത് വേറെ കാര്യം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നന്നാക്കി പറയുമ്പോഴേ ഇങ്ങനെ പറയും, നമ്മുടെ സബീനാക്കൈ ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഇംഗ്ലീഷിൻ്റെ സാറിൻ്റെ ക്ലാസ്സിൽ കയറിയ ശേഷമാണ് അവളിപ്പോൾ എന്തൊക്കെയോ ചില അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള കമൻറ്റുകൾ വരും, മനസ്സിലായില്ല? ഓക്കെ, അപ്പം അത് എനിക്ക് ഒരുപാട് കിട്ടിയിരിക്കണേ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഇത് കോളേജിൽ പഠിക്കേണ്ട മുമ്പ് തന്നെ ഈ ഫോണറ്റിക്സ് പഠിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ ആളാണ്. അന്ന് ഈ ഷോർട്ട് ഒരു റേഡിയോ, യൂട്യൂബൊന്നും ഇല്ല കേട്ടോ. യൂട്യൂബൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. 97, 95 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? ആ കാലഘട്ടത്തിലാണ് ഞാൻ 10th, +1, +2 പഠിക്കേണ്ടത്. അപ്പോൾ 10th പഠിക്കേണ്ട മുമ്പ് തന്നെ എൻ്റെ ഒരു വിനോദമായിരുന്നു ഈ റേഡിയോ എടുക്കും. റേഡിയോയിൽ ഷോർട്ട് വേവ് എന്ന് പറയുന്ന ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് ഓപ്പൺ ചെയ്യും. ആ ബാൻഡിൽ BBC
എന്ന ന്യൂസ് ഏജൻസിയുടെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള വാർത്ത കിട്ടും. ആ വാർത്ത ഡെയിലി കാണും. രാവിലെ 7:30 ഒരു ന്യൂസ് ഉണ്ട്. എല്ലാ അരമണിക്കൂറിലും, അതായത് 7:30, 8:30, 9:30 അങ്ങനെ ന്യൂസ് വരല്. ഞാൻ രാവിലെ 7 മണിക്ക് ന്യൂസ് കേട്ടുകൊണ്ടാണ് കോളേജിൽ പോക്ക്. അതൊരു സ്ഥിരം ഒരു ശീലമായിരുന്നു. അതോടുകൂടി എൻ്റെ ആക്സെൻറ്റ്, കാരണം നമ്മളങ്ങനെ ഇൻപുട്ട് താളെ വരേണ്ടത് അല്ലേ, ഇൻപുട്ട് താളെ വരിക. കാരണം ഇങ്ങനെയുള്ള ആ ലാംഗ്വേജാണ് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ പറയുക അല്ലേ. പണ്ട് ഞാനൊരു സമയം കളയല്ല, നിങ്ങളോട് പറഞ്ഞോന്നാവോ, ഒരു പാരസ് മീറ്റിങ്ങിന് പോയ സമയത്തുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞ സംശയമുണ്ട്. ഒരു പാരസ് മീറ്റിങ്ങിന് പോയപ്പോൾ പാരൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടീൻ്റെ പാരൻ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മകന് അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ശൈത്താനാണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ ഇബിലീസാണ് പറഞ്ഞു. എനിക്ക് ആദ്യം ഞാൻ ഷണ്ടായി പോയി കേട്ടുകണ്ട്. ഉപ്പ എന്ന് പറഞ്ഞാൽ ചെകുത്താനാണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ ഇബിലീസാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നീ ഉദ്ദേശിച്ചത്? ആ മീറ്റിങ്ങിൽ മൊത്തം ഇത് കേട്ട് ഭയങ്കര ശരിയായി. അപ്പോൾ പിന്നെ ഈ കുട്ടി പറഞ്ഞ്, അല്ല ഞാൻ ക്ലാസ് കഴിഞ്ഞുകാണ്ട് വീട്ടിലെത്തിക്കാണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായി കഴിച്ചുകാണ്ട് മുറ്റത്ത് കോട്ടി കളിക്കുകയാണ് ഈ കാരം. അപ്പോൾ ആ സമയത്താണ് ഉപ്പ ജോലി കഴിഞ്ഞുകാണ്ട് ഉപ്പ വീട്ടിലേക്ക് വരിക. ഉപ്പ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ എന്നോട് പറയും, നീ അകത്ത് പോയിട്ട് ആ ഇബ്ലീസിനോട് ഒരു കപ്പ് ചായ തരാൻ പറയാറ്. ഞാൻ അങ്ങോട്ട് പോയി ഉമ്മനോട് ഇത് പറയേണ്ട താമസം മുമ്പ് എൻ്റെ ഉമ്മ എന്ത് ചെയ്യും, ഒരു കപ്പ് ചായ എടുത്തുകാണ്ട് എന്നോട് പറയും, ഇതാ ചെയ്ത്താനും കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയും. അന്ന് മുതൽ എനിക്ക് 2 പേരും അങ്ങനെ തന്നെയാണെന്ന് കണ്ടോ. ഇൻപുട്ടാണ് പുറത്തേക്ക് വരിക. മനസ്സിലായ? ഇൻപുട്ട് എങ്ങനെ വരേണ്ടതെന്ന് കണ്ട. നമ്മൾ ഈ നമ്പൂരിമാരെ മക്കളൊക്കെ നല്ല മലയാളം പറഞ്ഞ് ആവുന്നതും നമ്മുടെ ആങ്ങളക്കുട്ടികളിൽ നമ്മുടെ ചെറിയ സഹോദരന്മാരിൽ പലപ്പോഴും മോശമായ ജീവികളെ പേരൊക്കെ വിളിച്ചുകൊണ്ട് ദേഷ്യം കീറിക്കൊണ്ട് മോശമായ വാക്കുകൾ പറഞ്ഞ ശീലമൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നാളെ ഇപ്പോൾ വല്ല കമൻറ്റ് വരും എനിക്കെതിരെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മളതൊക്കെ കറക്റ്റ്. ഒരു കുട്ടിയുടെ നേച്ചർ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയെ അറിഞ്ഞാൽ ആ കുട്ടിൻ്റെ വീട്ടിലെ നേച്ചർ വരെ മനസ്സിലാവും. ആ കുട്ടിയെ നമ്മൾ ശരിക്ക് നിരീക്ഷിച്ചാൽ ആ കുട്ടിയുടെ വീട്ടിലെ ജിയോളജി എന്തൊക്കെയുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് കിട്ടും എന്നർത്ഥം. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ പിന്നെ സോന്നൊന്നും വരൂല, സെവെന്നേ വരുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂരുള്ള ആളുകൾ, നമ്മളെ സഹോദരിമാർ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന നമ്മുടെ സഹോദരിമാർ കുറച്ച് കാലം അവർ മലബാറിൽ ഒന്ന് നോക്കട്ടെ. അവർ തൃശ്ശൂർ ഭാഷ അങ്ങോട്ട് മാറിയിട്ട് മലബാർ ഭാഷ ആവൂലേ? മലയാളം ആവൂലേ? ആവുന്ന ഉറപ്പല്ലേ? അല്ലേ? ഇനി ഇവിടുത്തെ ഒരാൾ, ഈ മലബാർ ഭാഗത്തു നിന്നുള്ള ഒരാൾ ഒരു 2, 3 അല്ലെങ്കിൽ 5, 6 മാസക്കാലം തൃശ്ശൂർ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻപുട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് കേൾക്കുന്നത് നല്ലത് വേണ്ടി എനിക്ക് തന്നെ ഞാൻ വായിച്ചുണ്ടാക്കി, ഞാനത് എന്ത് കിട്ടിയാലും കേട്ടോ അതെങ്ങനെ എന്ത് ചെയ്യും, ജീവിതത്തിൽ പകർത്തുന്ന ആളാണ്. അങ്ങനെയുള്ള സംഭവം. അപ്പോൾ റേഡിയോയിൽ കണ്ടുകൊണ്ട് കറക്റ്റ് ഇംഗ്ലീഷ് തന്നെ പിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, സോ I think all of you must follow it. Then your language must be a polished one. നമ്മുടെ ഭാഷ നല്ല പോളിഷ്, സിവിലൈസ്ഡ് ആണ് ഈ കാര്യം, സിവിലൈസ്ഡ്. നമ്മുടെ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അധ്യാപകർ വിചാരിക്കണം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്ന്. ഇതൊക്കെ ടെക്നിക്കാണ്. ആ ഇൻ്റർവ്യൂവിലൊക്കെ നല്ലൊരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ സായിപ്പിൻ്റെ മകനോ മകളോ ഒന്നും ആവണ്ട. മാത്രമല്ല അത്ര വലിയ ഹൈ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ഫോറിൻ രാജ്യങ്ങളിൽ പോവും വേണ്ട. അല്പൊരു ടെക്നിക്ക് അങ്ങോട്ട് അഭിനയിക്കാൻ കഴിഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ സത്യം കേട്ടോ. ആണ് എൻ്റെ ഒരു രീതി. അതാണ് ഇങ്ങനെ പേടിച്ചുകൊണ്ട് എൻ്റെ പഠിച്ചവനെ ഈശ്വര ഞാൻ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ പോവുക, ആ ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ എൻ്റെ കാൽമുട്ട് വിറക്കാൻ തുടങ്ങുമല്ലോ. എന്തിനാ വിറക്കേണ്ടത്? വിറക്കാൻ എന്താ ഉള്ളത്?
നിങ്ങളെ കാലുമുട്ട് വരക്കാൻ മാത്രം നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് എന്താ ഉള്ളത്? ഒന്ന് പറഞ്ഞു തരൂ. ഒരു MBA ക്വാളിഫിക്കേഷൻ ഉണ്ടാവും അല്ലേ? അതിലപ്പോലെ ഒരു MA ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതിലപ്പുറത്തേക്ക് അവർക്ക് എന്താ ഉള്ളത് അല്ലേ? ഓക്കെ, സത്യം പറഞ്ഞാൽ മെൻ്റലി നിങ്ങൾക്കുള്ള പല ക്വാളിറ്റീസും അവർക്ക് ഉണ്ടാവണമെന്നില്ല. കണ്ടോ, മനുഷ്യൻ ആപേക്ഷികമാണ്. ഓക്കെ, മനുഷ്യൻ ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കുള്ള പല ക്വാളിറ്റി അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെക്കാളും ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ നമ്മൾ ഇത്ര കണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെക്കാളും ക്വാളിറ്റി കുറഞ്ഞെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ അനിയത്തിമാർ. നിങ്ങൾ പേടിക്കാറുണ്ടോ? പറയൂ. പലപ്പോഴും അനിയത്തി എന്ത് പറഞ്ഞാലും വേണ്ട അംഗീകരിച്ച് കൊടുക്കൂല. കാരണം നമ്മളെ ഈഗോ തന്നെയാണ്. സത്യത്തൊക്കെ സത്യമാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടാവും കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് എന്തായാലും ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം നമുക്ക് ആ ടൈം ആവട്ടെ. ഒരു സ്പെഷ്യൽ ക്ലാസ് സാറിൻ്റെ പിന്നെ ആബി സാറിൻ്റെ ക്ലാസ് എന്തായാലും ഉണ്ടാവും. ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനീ പറയുന്ന പോയിന്റിൽ സാറ് കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ട് അതിൻ്റെ തിയറി കൃത്യമായി പറഞ്ഞു തരും. കാരണം സാറ് അതിന് ക്വാളിഫൈഡ് ആയ ആളാണ്. ഞാൻ ക്വാളിഫൈഡ് അല്ല, വായിച്ചുള്ള പരിചയമുള്ളൂ. ഓക്കെ, സോ കം ടു പോയിന്റ്. അപ്പോൾ കണ്ട, സോ വേർഡ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പഠിച്ചു. ഇനി പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? ഇനി നെഗറ്റീവ്, ഒരു മിനിറ്റ് കേട്ടോ, എൻ്റെ യൂട്യൂബ് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം വന്നേക്കണ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ എന്തോ ഇഷ്യൂ വന്നേക്കണം. You are muted because a lot of people are on this call. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ 100 ആളുകൾ കയറിയതുകൊണ്ട് ഞാൻ അറിയാതെ ലെഫ്റ്റായി പോയി. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഇനി സെക്കൻഡ് ലിങ്ക് ഉള്ളതുകൊണ്ട് ഇനി പുതുതായിട്ട് വരുന്ന ആരും ഫസ്റ്റ് ലിങ്കിൽ കയറാം, സെക്കൻഡ് ലിങ്കിൽ കയറാം. ഇപ്പോൾ ഓക്കെ അല്ലേ? എൻ്റെ സൗണ്ട് ഓക്കെ ആണല്ലേ? പിന്നെ എല്ലാവർക്കും സൗണ്ട് ഓക്കെ ആണോ? ഇടയ്ക്ക് ക്ലാസ് ഞാനൊന്ന് ലെഫ്റ്റ് ആവാനുള്ള ഓട്ടോമാറ്റിക് ലെഫ്റ്റ് ആയതാണ്. ആവാനുള്ള കാരണം 100-ലേറെ ആളുകൾ ഫസ്റ്റ് ലിങ്കിൽ കയറിയോ സംശയമുണ്ട് കേട്ടോ. ഫസ്റ്റ് ലിങ്കിൽ കയറാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് സെക്കൻഡ് ലിങ്ക് ഓക്കെയാണ്. സെക്കൻഡ് ലിങ്കിൽ മാക്സിമം ഒരു 30 ആളൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് കണ്ടോ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡോണ്ട് യു ഗോ ടു സ്കൂൾ എവറി ഡേ? നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ലേ? ഇനി നമുക്ക് ചോദിക്കാം. അടുത്തത് നമുക്കറിയാം പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ആയി അഡ്മിഷൻ എടുത്ത കുട്ടികൾ, ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് വിട്ടുതരുന്നുണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ ഇന്ന് എടുക്കുന്ന ഈ ഭാഗമൊക്കെ ഡീപ്പായി മലയാളത്തിൽ പറയുന്നുണ്ട്. ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കാണണം. ആ ക്ലാസ് കണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ വിലയിരുത്താവൂ. ഇന്ന് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടത് 1.5 മാസമായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലുള്ളവരെ കൂടി ഉദ്ദേശിച്ചായതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡ് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? വെൻ ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? നീ എല്ലാ ദിവസവും എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത്? കണ്ടോ, പതിവാണ്. ഇപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ പതിവിനെയാണ് സൂചിപ്പിക്കേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് പതിവിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡോണ്ട് യു ഗോ ടു സ്കൂൾ എവറി ഡേ? വൈ ഡോണ്ട് യു ഗോ ടു സ്കൂൾ എവറി ഡേ? വൈ ഡോണ്ട് യു ഗോ ടു സ്കൂൾ എവറി ഡേ? നീ എന്താ എല്ലാ ദിവസവും സ്കൂളിൽ പോകാത്തത്? നീ എന്താണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകാത്തത്? കണ്ട പിന്നെ അതും പതിവ് തന്നെയാണ്. കണ്ടോ, ഇനി നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാക്യങ്ങളെ പഠിക്കാം. അപ്പോൾ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഇത്ര ഉണ്ടായാൽ മതി. അതിൻ്റെ ക്ലിയർ ആയിട്ട് ഓരോ ഭാഗവും ക്ലിയർ ആയിട്ട് വരും.
ദെൻ നമ്മൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന രണ്ടാമത്തെ പ്രസന്റ് വിഭാഗത്തെക്കുറിച്ചായിരുന്നു. ഫുള്ളായിട്ട് റിവ്യൂ ഇല്ല കേട്ടോ, കാരണം ജസ്റ്റ് ഒന്ന് പഴയ കാര്യം നിങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ? ഇപ്പോൾ ഐ വെച്ചുകൊണ്ടാണ് നമുക്ക് ആം എന്ന വേർഡാണ് പറയാം. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അത് പറയാൻ വേണ്ടി മാത്രമാണ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ എവരിഡേ പറയാതിരിക്കുക, പകരം നൗ പറയാം. ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഞാനിപ്പോൾ സ്കൂളിൽ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ അങ്കിൾ നൗ. ഞാനിപ്പോൾ എൻ്റെ അമ്മാവനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ നൗ. ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഐ ആം ഗോയിങ് ടു അക്ഷയ ടു സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ നൗ. ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അക്ഷയയിൽ പോവുകയാണ്. കണ്ടോ, നമുക്ക് നല്ല അടിപൊളി വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം നോട്ട് ഗോയിങ്. ഇതിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും കൊളോക്യൽ ഫോമായിട്ട് ആമിൻഡ് എന്ന് പറയേണ്ട സ്ഥാനത്ത് എയിൻഡ് എന്ന് പറയാറുണ്ട്. എയിൻഡ്, AIN അപ്പോസ്ട്രോഫ് കോമ T, എയിൻഡ്. ആ എയിൻഡ് ഗോയിങ് ടു സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ ആവും. ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ എയിൻറ്റൊക്കെ പഠിച്ചുകൊണ്ട് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഈ ആം നോട്ട് ചുരുക്കിയിട്ട് ആമിൻഡ് എന്ന് ഒരിക്കലും പറയരുത്. ആമിൻഡ് എന്ന ഫോം ഇംഗ്ലീഷിൽ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഷേക്സ്പിയറിൻ്റെയും മറ്റൊക്കെ ഡ്രാമകൾ നോക്കിയാൽ ആമിൻഡ് എന്ന ഫോമോ കാണാൻ പറ്റും. ആ ആമിൻഡ് എന്ന ഫോമിന് ഇന്ന് നമ്മൾ ആർക്കെയിക് ഇംഗ്ലീഷ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ആർക്കെയിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അറുപഴഞ്ചൻ ഇംഗ്ലീഷ്, അഥവാ കാളവണ്ടി യുഗത്തിലെ ഇംഗ്ലീഷ്. അത് ഇന്ന് ആരും യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവും. സോ ഐ എം നോട്ട് ഗോയിങ് ടു സ്കൂൾ നൗ. ഞാനിപ്പോൾ സ്കൂളിൽ പോകണില്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെ? യു വെച്ച് കണ്ട് യു ആവുമ്പോൾ ആറാണ് വരിക, ഐക്ക് മാത്രം ആം വരുന്നുള്ളൂ. അപ്പം നമ്മൾ ആം ഐ ഗോയിങ് ടു സ്കൂൾ നൗ? ഇത് ചോദ്യം ഒരു മീനിങ് ലെസ്സാണ്, അർത്ഥശൂന്യമായ ക്വസ്റ്റ്യനാണ്. എന്താണ്? ഞാനിപ്പോൾ സ്കൂളിൽ പോവുകയാണോ? ഈ പോകുന്ന ആൾക്ക് തന്നെ പോകുന്ന സ്ഥലം അറിയില്ലെങ്കിൽ അയാൾക്ക് എന്ത് രോഗം ഉണ്ടെന്നാണ് പിന്നെ കരുതേണ്ടത്. അപ്പോൾ ആം ഐ ഗോയിങ് ടു സ്കൂൾ നൗ? എന്നാൽ ആം ഐ യൂസ് ചെയ്യേണ്ട ചില സമയങ്ങൾ വരും. ഇപ്പോൾ നമ്മളെടുത്ത് ഒരാൾ നമ്മളെ വളരെ നിസ്സാരനാക്കിയാണ്ട് പെരുമാറുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഹൂ ഡു യു തിങ്ക് ഐ ആം? ആം ഐ മാഡ്? ഹൂ ഡു യു തിങ്ക് ഐ ആം? ഞാൻ ആരാണെന്നാണ് കരുതിയിരിക്കേണ്ടത്? ഞാൻ എന്താ ഭ്രാന്തനാണോ? ദേഷ്യം കയറി പറയേണ്ട ഇംഗ്ലീഷാണ് കേട്ടോ. ഇപ്പം തന്നെ വേണ്ട, കുറച്ച് കഴിഞ്ഞോട്ട്. കാരണം ഇമോഷണലൊക്കെ വരുമ്പോൾ വരുന്ന ഇംഗ്ലീഷ് വേറെ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? ആർ യു ഗോയിങ് ടു സ്കൂൾ നൗ? പ്രസന്റ് സിമ്പിൾ നമ്മൾ ഡു യു ഗോ ടു സ്കൂൾ എന്നാണ് പഠിച്ചത്. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് നമ്മൾ പഠിക്കണം എന്താണ്? ആർ യു ഗോയിങ് ടു സ്കൂൾ നൗ? നീ ഇപ്പോൾ സ്കൂളിൽ പോവുകയാണോ? സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ സായിപ്പ് പോലും ഈ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഹോളിവുഡ് സിനിമകൾ TV എന്നൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല സിനിമകളൊക്കെ വരുമ്പോൾ കാണുന്ന ആളാണ് ഞാൻ. ഹോളിവുഡ് സിനിമകൾ TV നിന്ന് കാണാറുള്ളൂ. ഇപ്പം തിയേറ്ററിലൊക്കെ പോയ കാലം മറന്നേ പറയാം. ഓക്കെ, അടുത്തൊന്നും പോയിട്ടില്ല. ഓക്കെ, സോ ഹോളിവുഡ് സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോം ഇതന്നെയാണ്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ആർ യു ഗോയിങ് ടു ഹാവ് യുവർ ഡിന്നർ? നീ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണോ? ആർ യു ഗോയിങ് ടു മീറ്റ് യുവർ അങ്കിൾ? നീ നിന്റെ അമ്മാവനെ കാണാൻ വേണ്ടി പോവുകയാണോ? ആർ യു ഡൂയിങ് യുവർ വർക്ക്? നീ നിന്റെ വർക്ക് ചെയ്യുകയാണോ? ഓക്കെ, ആർ യു ചാറ്റിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് നൗ? നീ ഇപ്പം നിന്റെ കൂട്ടുകാരികളുമായിട്ട് ചാറ്റ് ചെയ്യുകയാണോ? ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോസ് ചെയ്യൂ കേട്ടോ, 2 മിനിറ്റ്.
പിന്നെ യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. വെൽക്കം ബാക്ക്. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് ജസ്റ്റ് വിട്ടുപോയി. റെക്കോർഡിംഗ് ഓണാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം. ആർന്റ് യു ഗോയിങ്. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയിട്ടോ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. വേർ ആർ യു ഗോയിങ് നൗ? വേർ ആർ യു ഗോയിങ് നൗ? നീ ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? ആൻഡ് ഇനി നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? വൈ ആറിൻറ്റ് യു? വൈ ആറിൻറ്റ് യു ഗോയിങ് നൗ? നീ ഇപ്പം എന്തുകൊണ്ടാണ് പോകാത്തത്? നീ എന്തുകൊണ്ടാണ് പോകാത്തത്? വൈ ആർ യു ഗോയിങ് നൗ? ഓക്കെ, വൈ ആറിൻറ്റ് യു സീയിങ് ഹിം നൗ? നീ ഇപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാത്തത്? വൈ ആറിൻറ്റ് യു കമ്മിങ് വിത്ത് മീ നൗ? നീ ഇപ്പം എന്താ എൻ്റെ കൂടെ വരാത്തത്? കണ്ടോ, ഇങ്ങനെ നമുക്ക് അടിപൊളി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ അടുത്ത് പഠിച്ച് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരുന്നു. ഹാവും ഹാസുമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? ഐ ഹാവ് ഗോൺ അവിടെ നമ്മൾ പഠിച്ചു V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. V3 ഫോം. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവിൻറ്റ് ഗോൺ, ഞാൻ പോയിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹിം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ സി കാണുക, അതിൻ്റെ V2 സോ എന്നാണ്. ആ സ്പെല്ലിങ് SAW എന്നാണ് വരിക. അതിൻ്റെ V3 ആണ് SEEN, സീൻ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് പറയാം. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഹാവ് യു സീൻ ഹിം? നീ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ? SEEN. ഹാവ് യു സീൻ ഹിം അല്ലേ? ഹാവ് യു ഗോൺ ദർ? നീ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു ഗോൺ ദർ? ഹാവ് യു കം ഹിയർ? നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഹാവ് യു മെറ്റ് ഹിം? ഈ മീറ്റ് എന്ന വാക്കിൻ്റെ V2 V3 മെറ്റ് എന്നാണ്. മീറ്റ് കണ്ടുമുട്ടുക, കാണുക. ഹാവ് യു മെറ്റ് ഹിം? നീ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഹാവ് യു സീൻ ദ മൂവി? നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? സീൻ SEEN. ഓക്കെ, ഹാവ് യു സീൻ ദ മൂവി? യെസ്. കണ്ടോ, ഇതൊന്നും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു മൗത്ത് ജിംനാസ്റ്റിക്സ്. ഇനിയും പറഞ്ഞു തരണ്ടേ? അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മൾ ഒരു നമ്പർ 1 ടീച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചൊരു പ്രയാസം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാറ്റ് പറഞ്ഞുതരാം. പിന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ സഹിക്കാനൊക്കെ തയ്യാറാവണം നമ്മൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മഹത്തായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മഹത്തായ ലക്ഷ്യം തന്നെയാണ്. കാരണം ഇത്രയും മഹത്വമുള്ള, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് പറയല്ല, അധ്യാപകനല്ലെങ്കിലും ഞാൻ അത് പറയുള്ളൂ. ഒരാളെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിൽ ഏറ്റവും മഹനീയമായ ജോലി എന്ന് പറഞ്ഞാൽ അത് അധ്യാപകൻ്റെ ജോലിയാണ്. ഞാനിപ്പോൾ അധ്യാപനം അല്ലെങ്കിലും ഇതേ പറയുള്ളൂ കേട്ടോ. കാരണം ഞാൻ അധ്യാപനം അല്ലാത്ത വേറെ പല ഫീൽഡിലും വർക്ക് ചെയ്ത ആളാണ്. കൂലിപ്പണിക്ക് വരെ പോയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. കാരണം ദാരിദ്ര്യം ഉള്ള കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. പിതാവിൻ്റെയും മാതാവിൻ്റെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അന്ന് പണിക്ക് വരെ പോയിരുന്നു കേട്ടോ. ഓക്കെ, സോ കാര്യം പറയാം, ഏറ്റവും മഹനീയമായ ജോലി അതാണ്. കാരണം ഒരാളെ ജീവിതത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുകളിലും ദൈവത്തിൻ്റെ താഴെയുമായിട്ടാണ് നമ്മളായിരിക്കുന്ന അധ്യാപകരുടെ സ്ഥാനം. മാതാ, പിതാ, ഗുരു, ദൈവം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാതാ, പിതാ, ഗുരു, ദൈവം. ജീവിതത്തിൽ ഇപ്പോൾ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് പാരയായി പോയോ എന്ന് തോന്നുന്നുണ്ടാർക്കെങ്കിലും കേട്ടോ. ഉത്തരവാദിത്തമുള്ള പണിയാണ്. ശമ്പളം നല്ലോണം കിട്ടും. നമ്മുടെ കഴിവിനും ഉത്തരവാദിത്വം കൂടുന്തോറും ശമ്പളത്തിൽ നല്ല വർധന വരും. നിങ്ങളെ കുടുംബത്തിൻ്റെ ആണിക്കല്ലാവാൻ, മൈൽ സ്റ്റോൺ ആവാൻ, നിങ്ങളെ കുടുംബത്തിൻ്റെ ഫൗണ്ടിങ് സ്റ്റോൺ ആവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ കുടുംബത്തിൻ്റെ ബ്രെഡ് വിന്നർ ആവാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അത്രയും മഹനീയമായ ജോലിയാണത്.
നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഒരു വരും തലമുറയെ സൃഷ്ടിക്കുകയാണ്. വരും തലമുറയ്ക്ക് ആദ്യമായിട്ട് വിദ്യ പകർന്നു കൊടുക്കുന്ന ആരാണ്? KG ടീച്ചേഴ്സാണ്. മറ്റു LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകരെക്കാളും ഏറ്റവും ഉത്തരവാദിത്തം KG ടീച്ചേഴ്സിനാണ്. കാരണം ആദ്യം വിത്ത് പാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. ആദ്യം മനസ്സായിരിക്കുന്ന കൃഷിപ്പുരയിടത്തിൽ വിത്ത് പാകുന്നത് നിങ്ങളാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ നന്നായി വിത്ത് പാകിയ ആ കുട്ടികളാണ് പിന്നെ LP ആവട്ടെ, UP ആവട്ടെ, ഹൈസ്കൂൾ ആവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, അതിൻ്റെ മുകളിലേക്ക് ഉപരിപഠനം ഏതാവട്ടെ, പിന്നെ അധ്യാപകരുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ആ അധ്യാപകരെക്കാളും മഹത്വം നിങ്ങൾക്ക് കൽപ്പിച്ചേ പറ്റുള്ളൂ. കാര്യം പറഞ്ഞ് മനസ്സിലായ? ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ, കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും കരുതിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു പോയതാണ്. ഓക്കെ, അതുകൊണ്ട് ഗൗരവത്തോடு തന്നെ പഠിച്ചോളൂ. ആരെ മുമ്പിലും എഴുന്നേറ്റെന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞോളൂ. ഏറ്റവും മഹനീയമായ ഒരു തൊഴിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹനീയമാണ്. അത് ദൈവത്തിന് മുമ്പിൽ വരെ മഹനീയമായ വർക്കാണിത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, സമയമില്ല. എൻ്റെ വിഷയം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. കം ടു ദ പോയിന്റ്. സോ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ നോക്കാം. ഹീ, നമുക്കറിയാം ഹീ ആണെങ്കിൽ അത് സിംഗുലറാണ്. നമ്മൾ ഹാസ് എന്ന വേർഡ് ചേർക്കും. അതിൻ്റെ കൂടെ V3 വേണം. വെർബിൻ്റെ V3 യൂസ് ചെയ്യാവൂ. അപ്പോൾ ഗോ എന്ന വെർബിൻ്റെ V3 ഗോൺ എന്നാണ്. അപ്പോൾ ഹീ ഹാസ് ഗോൺ. ഇനി നിങ്ങൾ ബാക്കിയുള്ള 5 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലോ അല്ലേ? അത് പ്ലൂറലാണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക. ദേ, THEY, ദേ ഹാവ് ഗോൺ. അവർ പോയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പറയാനുള്ളത്. അതും ഇനി ബാക്കിയുള്ള കുറച്ചും കൂടി കാര്യം കൂടി നമ്മളൊരു റിവിഷനായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പറയും. കാരണം ഞാൻ ഇവിടെ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നന്നായിട്ട് പഠിക്കണം. വെറുതെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു പ്രഹസനമാവരുത് എന്ന് ഈ പഠിപ്പിക്കുന്ന എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ട് റിപ്പീറ്റേഷൻ ഇനിയും വരും. ഒന്നും വിചാരിക്കരുത്. ഓക്കെ കേട്ടോ, നന്നാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരു നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, പിന്നെ ഇംഗ്ലീഷ് മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന സ്കൂളിൽ നല്ല ഒരു ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ടേ. പല സ്കൂളിലും പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനികളെ കാണാറുണ്ട് അധ്യാപികമാരായിട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ അമ്പരപ്പം തോന്നാറുണ്ട്. ഇവിടെ അടുത്ത് ഒരു കോളേജിൽ BA ഇംഗ്ലീഷിൻ്റെ കുറച്ച് പാർട്സ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അവിടെ പോയപ്പോൾ അവിടെ ക്രിറ്റിസിസം എന്ന് പറയുന്ന BA ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ എടുക്കേണ്ടത് ഞാൻ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഒരു 7-8 വർഷം മുമ്പ് പഠിപ്പിച്ച ഒരു ലേഡിയാണ്. അപ്പോൾ എന്നെ കണ്ട് അവരും അമ്പരുന്നു, അവരെ കണ്ട് ഞാനും അമ്പരുന്നു. ഒരുപാട് ഗ്യാപ്പിന് ശേഷമുള്ള കാഴ്ചയായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ പറയാം, ഭയങ്കര സന്തോഷമായിട്ട്. കാരണം അങ്ങനെ കാണുമ്പോഴേ നമ്മൾ പരിസരം പോലും മറന്നു പോകും. ഭയങ്കര ഹാപ്പിയാണ് അത് കാണുന്നത്. അത് നിങ്ങളും ഒരു അധ്യാപികയായിട്ട് മാറും. അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇനി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കുറച്ചും കൂടി തകൃതിയായി മുമ്പോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ചില ആളുകൾ മാത്രമേ ടാസ്കുകൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ V1, V2, V3 കണ്ടെത്താനൊക്കെ വേണ്ടി നമ്മളിപ്പോൾ ടാസ്ക് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്തത്, ബഹുഭൂരിപക്ഷം ആളുകളും പങ്കെടുത്ത് കാണുന്നില്ല. അങ്ങനെ ഒരു പിന്മാറേണ്ട പരിപാടിയല്ല ഇത് കേട്ടോ. എൻ്റെ അടുത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, സാറേ ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എവിടെ ഒരു ഭാഗത്തോടെ നിർത്തണം, അല്ലാതെ ഇടയ്ക്ക് വെച്ച് കാരണം മുറിച്ച് ഇടാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ശക്തമായി മുമ്പോട്ട് പോകാൻ കഴിയണം. നിങ്ങൾ റിസ്ക് എടുക്കണം. ഇതൊക്കെ റിസ്ക് എടുത്ത് നടക്കുള്ളൂ.
റസ്ക് എടുക്കല്ലേ കേട്ടോ. അപ്പോൾ ചില സാറ് റസ്ക് അല്ലേ, അതും ചായ ഞങ്ങൾ രാവിലെ തന്നെ എടുക്കാറുണ്ടല്ലോ, കഴിക്കാറുണ്ടല്ലോ. റസ്ക് അല്ല, റിസ്കിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. റസ്ക് RUSK ആണ്, റിസ്ക് RISK ആണ്. എന്നാലേ ഇതൊക്കെ വിജയിക്കുള്ളൂ. ഇനി അവസരം കിട്ടുകയാണെങ്കിൽ ഹസ്ബൻഡിനോട് തന്നെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചുകൂടി, എന്തുണ്ടാവുക നോക്കാലോ. എന്തായാലും പെരുന്ന് പടിയടച്ച് പിണ്ടം വെക്കൊന്നുമില്ല, ഉറപ്പാണ്. ഞങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേര് കിട്ടാളി, ഞങ്ങളെ സാറ് പറയാൻ പറഞ്ഞാന്ന് പറഞ്ഞോളി കേട്ടോ. ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയാം. ഓക്കെ കേട്ടോ, സംസാരിക്കാം. നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ പിന്നെ അനുവദനീയമായ വ്യക്തിയല്ല അദ്ദേഹം. മൂപ്പർക്ക് അത് ഉള്ളുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. ഓക്കെ, എന്ന് കരുതി നിങ്ങൾ മൂപ്പര് ഗൾഫിൽ ഇപ്പോൾ എന്താ പറയുക അൺസ്കിൽഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, മൂപ്പർക്ക് ഇതിൻ്റെ അത്ര ഇംഗ്ലീഷൊന്നും അറിയില്ല എന്ന ബോധത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ നിൽക്കേണ്ട 16ൻ്റെ പണി കിട്ടും എന്ന് പറഞ്ഞാൽ മൂപ്പര് നല്ലോണം അങ്ങോട്ട് പറയും. അവസാനം പിന്നെ സാഹിബിനോട് ആയത്തോദ്യം പിന്നെ മുസ്ലിയാരെ അവസ്ഥ നിങ്ങൾക്ക് വരരുത് കേട്ടോ. ഞാൻ ആ സംഭവം പറഞ്ഞില്ല, അത് വരരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മൗത്ത് ജിംനാസ്റ്റിക്സ് കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി പുതിയ ആൾക്കാർ മൗത്ത് ജിംനാസ്റ്റിക്സ് കേൾക്കുമ്പോൾ തന്നെ സാറേ ഞങ്ങൾ ജിമ്മിന് പോവാറില്ല, വായ കൊണ്ട് ജിമ്മ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ആ ജിമ്മല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ പറഞ്ഞ ബേസിക് വാക്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പതുക്കെ സൗണ്ട് പുറത്തേക്ക് വരുന്ന പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മൂളിപ്പാട്ട് പാടാറില്ലേ അല്ലേ? നിങ്ങൾ പിന്നെ ചിത്രചേച്ചിയും രഹനത്താത്തയും ഒക്കെ പാടുന്ന മാപ്പിളപ്പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ചുണ്ടനക്കി പാടാറില്ലേ? അതുപോലെ ചെയ്താൽ മതി. അതൊരു ജിംനാസ്റ്റിക്സാണ്. ഇത് അതിനേക്കാളും വലിയ ജിംനാസ്റ്റിക്സാണ്, മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ 1 hour ആയിക്കഴിഞ്ഞു. ഞാൻ കൂടുതൽ കിട്ടി കൊണ്ടുപോകണില്ല, കാരണം അങ്ങനെ ആകുമ്പോൾ പലർക്കും പ്രയാസം വരും. അപ്പോൾ പുതിയ ആളുകൾ നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മുഴുവൻ നമ്മൾ നാളെ വീണ്ടും ലിങ്ക് അയക്കും. ചെയിൻ ലിങ്കാണ് വരിക. സമയം കണ്ടെത്തുക, കംപ്ലീറ്റ് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് വോയിസായി വിട്ട് കഴിഞ്ഞാൽ ഞാനത് കാണും, റീപ്ലൈ ചെയ്യും കേട്ടോ. പക്ഷേ ആ സ്പോട്ടിൽ തന്നെ റീപ്ലൈ ചെയ്യണം നിർബന്ധം പിടിക്കരുത്. ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ എടുക്കും, കാരണം കുറേ പ്രയാസവും ഒക്കെ ഉള്ളതുകൊണ്ട്. സോ ഇന്ന് അവസാനിപ്പിക്കല്ലേ, പിന്നെ ഇന്നലെ റെഡി ഓക്കെ അല്ലേ? നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല. ഫെബ്രുവരി ഒരു 15 തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നിങ്ങളാരും കണ്ടം വഴി ഓടിങ്ങാണ്ട് ഏതെങ്കിലും വീട്ടിൽ പോയി ഒളിക്കരുത്. എല്ലാവരും ലൈവ് ക്ലാസ്സിന് വരണം. നമുക്കന്ന് നിങ്ങൾ ഓരോരുത്തരും മൈക്ക് ഓണാക്കും. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് മൈക്ക് ഓണാക്കരുതൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? മൈക്ക് ഓണാക്കാൻ സുവർണാവസരം തരാൻ പോവാണ് കേട്ടോ. അന്ന് ബഹളമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മലയാളം പറയരുത്, ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ ഓരോരുത്തരും ചെയ്യണം. ഒരാളെയും വെറുതെ വിടൂല, എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോടു കൂടി ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇന്ന് ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്ക് ഓണാക്കി പറയണമെങ്കിൽ പറയാം കേട്ടോ. ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.